ഷർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഞങ്ങൾ ഒരുക്കുന്നു ഈസി ഗോൾഡ് പർച്ചേസ് സ്കീം. നിസ്സീമമായ നിങ്ങളുടെ സ്നേഹപ്രകടനങ്ങളെ എന്നും നന്ദിയോടെ സ്മരിക്കുന്നതോടൊപ്പം ഈ ആഘോഷ നിമിഷങ്ങളെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സാറ ഗോൾഡൻ ഡയമണ്ട്, വണ്ടൂർ, എടവണ്ണ. റോഡിൽ പോലീസ് പരിശോധന നടക്കുന്നുണ്ടെന്ന് സിഗ്നൽ നൽകുന്നവർക്കെതിരെ പോലീസുകാരൻ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ വൈറലാകുന്നു. മലപ്പുറം ട്രാഫിക്കിലെ പോലീസുകാരനായ ഫിലിപ്പ് മമ്പാടിന്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. നിലവിൽ കൊച്ചി ടെക്നോ പാർക്കിലെ SI ആയ അമൃതരംഗൻ മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയിൽപ്പെട്ട പൂക്കോട്ടുംപാടത്ത് SI ആയിരുന്ന കാലത്തെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വീഡിയോയിൽ പറയുന്നത് ഇപ്രകാരമാണ്. പൂക്കോട്ടുംപാടം സബ് ഇൻസ്പെക്ടർ ആയിരുന്ന ശ്രീ അമൃതരംഗൻ സാർ, അദ്ദേഹം ടെക്നോ പാർക്കിലെ സബ് ഇൻസ്പെക്ടറായി സ്ഥലം മാറി പോകുന്ന സമയത്തിന് കുറച്ചു നാളുകൾക്ക് മുമ്പ് പൂക്കോട്ടുംപാടം കേന്ദ്രീകരിച്ച് കുറച്ച് ലഹരി സംഘങ്ങളെ അദ്ദേഹം അറസ്റ്റ് ചെയ്ത സമയത്ത് ഒരു കൗമാരക്കാരനെ അദ്ദേഹം കഞ്ചാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ചോദ്യം ചെയ്യുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്കാണ് എന്നെ ഈ ഒരു സംസാരത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത്. അദ്ദേഹത്തോട് SI ചോദിച്ചു, ചെറുപ്പക്കാരോട് ചോദിച്ചു, ഏത് സ്ഥലത്തു നിന്നും ഏത് സമയത്ത് എപ്പോഴാണ് നീ ഇത് കൊണ്ടുവരുന്നത് ചോദിച്ചപ്പോൾ ചെറുപ്പക്കാരൻ സ്ഥലവും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് സമയം പറഞ്ഞാണ് ഏറ്റവും ശ്രദ്ധേയം. അദ്ദേഹം പറയണത്, സാർ പകലാണ് ഞാൻ കൊണ്ടുവരുന്നത്, കഞ്ചാവ് കൊണ്ടുവരുന്നത് പകലാണ്, കഞ്ചാവ് കൊണ്ടുവരുന്നത് പകല് കൊണ്ടുവരാൻ സുഖം എന്ന് പറഞ്ഞു. രാത്രി കൊണ്ടുവന്ന പോലീസ് പിടിക്കും എന്ന് പറഞ്ഞു. രാത്രിയിൽ കൊണ്ടുവന്നാൽ പോലീസ് പിടിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ആ ചെറുപ്പക്കാരൻ പകല് കഞ്ചാവ് കൊണ്ടുവന്നാൽ പോലീസ് പിടിക്കില്ല എന്ന് പറയാനുള്ള കാരണം പറഞ്ഞപ്പോൾ പോലീസ് കാര്യക്ഷമത ഇല്ല എന്നല്ല അതിന് ഉദ്ദേശം. പകൽ സമയത്താണെങ്കിൽ പോലീസ് റോട്ടിലുണ്ടാവും, അത് എതിരെ വരുന്ന വാഹനങ്ങളെ ലൈറ്റ് ഇട്ട് കാണിച്ചു തരും. അതുകൊണ്ട് പകല് കൊണ്ടുവരുമ്പോൾ അസുഖം, രാത്രി വരുന്ന തിരിച്ചറിയില്ലല്ലോ എല്ലാ വണ്ടികളും ലൈറ്റ് കത്തുന്നത് കൊണ്ട്. ഇത് വല്ലാത്ത ഒരു 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 ചിന്തയ്ക്ക് പാത്രമാകുന്ന ഒരു കാര്യമാണ് എന്നുകൊണ്ട് പറഞ്ഞത്. ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾ ആലോചിക്കുക, നിങ്ങളൊക്കെ വാഹനമുള്ളവരാകാം, അല്ലെങ്കിൽ സ്വന്തക്കളെ ബന്ധുക്കളൊക്കെ വാഹനം ഉണ്ടാകാം. ഒരുപക്ഷെ നിങ്ങൾ യാത്ര ചെയ്ത് എതിരെ വരുന്ന വാഹനങ്ങൾ നിങ്ങൾക്ക് ലൈറ്റ് ഇട്ട് കാണിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങൾ ലൈറ്റ് ഇട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടാകാം. അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, എതിരെ വരുന്ന വാഹനത്തിനകത്തിരിക്കുന്ന ആളുടെ ഓരോ പേരോ വയസ്സോ നാടോ ഒന്നും നിങ്ങൾക്കറിയില്ല. പക്ഷേ നമ്മളെ മനസ്സിനകത്ത് എന്താ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തുദ്ദേശമാണ് നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നതോട് കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ്? ഞാൻ അടിവരിട്ട് പറയുന്നു, ഒരു നേട്ടവും അതിനകത്ത് കിട്ടുന്നില്ല. നമുക്ക് കിട്ടുന്ന ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു പാപം ചെയ്യുന്ന തന്നെ പറയുക. അതിന് പിന്നിൽ കണ്ണുനീരിന്റെ നനവുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളിടുന്ന ഓരോ ലൈറ്റുകളും ഒരുപക്ഷെ എതിരെ വരുന്ന വാഹനത്തിനകത്ത് ആയുധം കൊണ്ടുവരും, ഇല്ലെങ്കിൽ എതിരെ വരുന്ന വാഹനത്തിനകത്ത് മാല തട്ടിപ്പറിച്ചു കൊണ്ടുവന്ന സ്നാച്ച് ചെയ്യുന്ന ആളുകൾ, എതിരെ വരുന്ന വാഹനത്തിനകത്ത് ഒരുപക്ഷെ വാഹനം സഹിതം വാഹനം മോഷ്ടാക്കള്, ഇല്ലെ കളവ് മുതൽ കൊണ്ടുവരുന്നവർ, ഏതൊരു വനസമ്പത്ത്, അമൂല്യമായ ചില വനസമ്പത്ത് മൃഗങ്ങളെയൊക്കെ കൊന്നുകൊണ്ടിരുന്നവർ, അതുപോലെ തന്നെ ജയിൽ ചാടി വരുന്ന പുള്ളികൾ, ഇങ്ങനെ വിധ്വംസ പ്രവർത്തകർ, ലഹരി കൊണ്ടുവന്നവർ, ലഹരി വസ്തുക്കൾ കൊണ്ടുവന്നവർ, ഇല്ലെങ്കിൽ ആരെയും തട്ടിക്കൊണ്ടുപോയിട്ട് ഡിമാൻഡ് ചെയ്യുമ്പോൾ തട്ടിക്കൊണ്ടുവന്നവർ അവശ്യമാക്കി വാഹനത്തിനകത്ത് ദേഹോദരം ചെയ്ത് നിലത്ത് കിടത്തിക്കൊണ്ടിരുന്ന ചില നിമിഷങ്ങളുണ്ട്, വേദനിക്കുന്ന നിമിഷങ്ങൾ. ആ നിമിഷത്തൊക്കെ അറിയാം, ഒരുപക്ഷെ നമ്മുടെ ലൈറ്റ് ഇടലുകൾ ഇൻഡയറക്റ്റ് ആയിട്ട് അവർക്ക് ഉപകാരം വരികയാണ്. അവർക്ക് അത് നമ്മൾ അവരെ കുലമോ ജാതിയോ അവരുടെ സാഹചര്യമോ ഒന്നും അറിയാതെ ആ നിമിഷം, അല്ലെ, ഈ നിമിഷം അനിവാര്യമാണ്. പ്രസന്റ് മൂമെന്റ് ഇന്നവറ്റബിൾ. ഈ നിമിഷം അനിവാര്യമാണ്. ഈ നിമിഷത്തെ മാത്രം ഓർത്തുകൊണ്ട് ചെയ്യുന്ന നമ്മുടെ പ്രവർത്തനം ഒന്ന് നിങ്ങൾ ചിന്തിക്കണം. പോലീസ് ഉദ്യോഗസ്ഥരോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റോ വാഹന പരിശോധന നടത്തുമ്പോൾ യാതൊരു കാരണവശാലും ലൈറ്റുകൾ പ്രകാശിപ്പിച്ചോ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ എഴുത്തുണ്ട് എന്ന് പറഞ്ഞൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടോ ആരും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കരുത് എന്ന് ഒരു എളിയ അഭ്യർത്ഥനയാണ്. മലയോര മേഖലയിലെ കരുവാരക്കുണ്ട്, കാളികാവ്, പൂക്കോട്ടുംപാടം, വണ്ടൂർ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന സജീവമാണ്. മദ്യത്തിന്റെ വില വർദ്ധിച്ചതും ലഭ്യതക്കുറവുമാണ് കഞ്ചാവിന് ആവശ്യക്കാർ ഏറാൻ കാരണം. ഉപയോഗിക്കുന്നവരും വിൽപ്പന നടത്തുന്നവരും അധികവും യുവാക്കളാണ്. ഇതിൽ ചെറിയൊരു ശതമാനം മാത്രമാണ് പിടിക്കപ്പെടുന്നത്. ഇത്തരം സംഘങ്ങളെ വാഹന പരിശോധന വഴിയാണ് പോലീസ് പിടികൂടാറുള്ളത്. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിലാണ് സിഗ്നൽ നൽകുക വഴി കുറ്റവാളികൾ രക്ഷപ്പെടുന്നത്. അറിയിപ്പ് നൽകി രക്ഷപ്പെടുത്തുന്നതിന് പകരം ഇത്തരം സാമൂഹ്യദ്രോഹികളെ അധികൃതർക്ക് മുന്നിൽ ചൂണ്ടിക്കാണിച്ചു തന്നാൽ മാത്രമേ ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാനാകൂ എന്ന് വണ്ടൂർ CI B ബാബുരാജുവും പറഞ്ഞു. അപ്പം ഇവിടെ പോലീസിന് കൂടുതൽ കേസുകൾ പിടിക്കുന്നതിന് പൊതുജനങ്ങളുടെ സഹായം വേണം. പ്രത്യേകിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ആളുകളെ പറ്റി പോലീസിന് വിവരം നൽകേണ്ടത് പൊതുജനങ്ങളാണ്. കാരണം പോലീസിന് പലപ്പോഴും ഇത്തരം വിവരങ്ങൾ കിട്ടാൻ വളരെ ചുരുങ്ങിയ
സാഹചര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പം നേരത്തെ പലരും പറയാനുള്ളത് പോലെ പോലീസ് റോഡിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആളുകൾ ഇങ്ങനെ എഴുതി കാണിച്ചു കൊടുക്കും പോലീസ് ചെക്കിംഗ് ഉണ്ടെന്ന്. പക്ഷേ അതിന് പകരം പോലീസിനെ സഹായിക്കുകയാണ് വേണ്ടത്. അതായത് ജനങ്ങൾ ശരിക്കും ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം, കഞ്ചാവ് വിൽക്കുന്നവൻ അവനാണ് എന്ന് പോലീസിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് ശരിക്കും ജനങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ പോലീസ് ചെക്കിംഗ് ഉണ്ട് എന്നുള്ളത് ക്രിമിനൽസിന് കാണിച്ചു കൊടുക്കല്ല വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.